വാട്ട്സൊക്കെ വേസ് വെൽക്കം ബാക്ക് മൈ പോസ്റ്റ് 2.0. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ FC മൊബൈലായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കിയാൽ ഞാൻ ഇടുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങളുടെ പരിപാടി എന്തൊക്കെയാണെന്ന് പറയാം. അതിനു മുമ്പ് ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ നിങ്ങളെല്ലാം ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് നമ്മൾ FC ബാർസലോണ എടുത്ത് ബെൻഫിക്കയെ ലോസിലിനെ ഫസ്റ്റ് ലെഗിൽ തോൽപ്പിച്ചായിരുന്നു. ബെൻഫിക്കനെ ഓൾറെഡി തോൽപ്പിച്ചു. അപ്പം നമ്മളിപ്പം സെക്കൻഡിലേക്ക് കളിക്കുമ്പോഴാണ്. അപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ പ്രൊഫഷണലാണ് എടുത്തിരിക്കുന്നത്. അത് എനിക്കറിയാം അത് പ്രൊഫഷണൽ വലിയ ഡിഫിക്കൽറ്റി ഉള്ള സാധനമല്ലെന്ന്. ഞാൻ ചുമ്മാ ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സാധനം. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ്. ഇനി ഞാൻ വേറെ ഏതെങ്കിലും ക്ലബ്ബ് എടുക്കണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വേറെ ക്ലബ്ബ് എടുക്കുന്ന നമുക്ക് വേറെ വെയിറ്റ് ക്ലാസ്സോ ഒക്കെ എടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പം നമുക്ക് നേരെ മാച്ചിലോട്ട് തുടങ്ങിയേക്കാം. അതുപോലെ ഈ ലൈക്ക് ടാർഗറ്റും 10 തന്നെയാണ് എല്ലാവരും ചെയ്തേക്കുക. അപ്പം റോഡ് 2 നമ്മൾ 130 അടിച്ചു. ഇനി നമുക്ക് 140 നമുക്ക് 200 മെയിൻ. ബട്ട് നമുക്ക് വേഗം നിങ്ങൾ 140 അടിച്ചു വന്നാൽ നമുക്ക് 200 കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേഗം ചെയ്താൽ വേഗം നമുക്ക് വീഡിയോ ചെയ്താലുള്ള എനർജി കിട്ടും. അപ്പോൾ എല്ലാവരും 140 അടിക്കാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് നേരെ മാച്ചിലോട്ട് കടക്കാം. മാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റിലേക്ക് 2-0 ആയിരുന്നു എൻ്റെ വിശ്വാസം. 2-0 തന്നെയായിരുന്നു തോന്നുന്നു. അപ്പോൾ സെക്കൻഡിലേക്ക് നമ്മൾ ജയിച്ചു വരുന്ന താഴെ കമൻറ്റ് ചെയ്തേക്ക്. അപ്പം നമ്മൾ വ്യത്യാസം നടത്താൻ പോകുന്നത് അവർ വ്യത്യാസം ഫസ്റ്റ് 11 മാറ്റങ്ങൾ നടത്തിയോ അറിഞ്ഞുകൂടാ, ഞാൻ നോക്കിയില്ല. അപ്പോൾ നമ്മൾ നേരെ മാച്ചിലോട്ട് നടക്കുവാണ്. അപ്പം നല്ല അവസരങ്ങൾ വന്നെ നിങ്ങളെ കാണിക്കാൻ കഴിയും. ഗുയിസ് അവരുടെ ഒരു നല്ല മുന്നേറ്റം. ബട്ട് ഇനാക്കിയോ മാർട്ടിനസ് ഹെഡ് ചെയ്ത് മാറ്റുവാണ്. ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ കൗണ്ടർ അറ്റാക്കിൽ നിന്നാണ് നമ്മൾ കൂടുതലും കോടിക്കുന്നത്. യമീൻ യമാൽ ബോളും കൊണ്ട് പോകുന്നുണ്ട്, കട്ട് ചെയ്ത്. യമീൻ യമാൽ സ്കില്ലിടാ. ഓക്കെ, അത് ഫൗളാണ്. ഇറ്റ്സ് എ പെനാൽറ്റി. നമുക്ക് പെനങ്ക അടിക്കാം. കയറി നോക്കാം. അഫ്കോഴ്സ് ലെവൻഡോസ്കി സ്കോർ. ഞാൻ പറഞ്ഞായിരുന്നു അത് ഫൗളായിരിക്കും, പെനാൽറ്റി തന്നെയാണ്. ഞാൻ പെനങ്ക എടുത്തിട്ടുണ്ട്. പെഡ്രി ബാക്ക് ടു ഡാനി ഒൽമോ ടു യമീൻ യമാൽ കണ്ടിന്യൂ ആയിരിക്കുന്നു. യമാലിൻ്റെ ഒരു ഷോട്ട് ബ്ലോക്ക്. ബട്ട് ഡാനി ഒൽമോ യെസ്, ഡാനി ഒൽമോ ഒരു ബൈസൈക്കിൾ കിക്കിലൂടെ ലീഡ് നമുക്ക് അഗ്രീഡിൽ 4. ഈ മത്സരത്തിൽ 2ാമത്തെ ഗോളാണ്. യമീൻ യമാൽ ഷോട്ട് അടിച്ചു, ബ്ലോക്കായി. നേരെ ഡാനി ഒൽമോയുടെ ഒരു വാട്ട് ഗോൾ. ഡാനി ഒൽമോ ഒരു പോളി ഗോൾ തന്നെയായിരുന്നു. ഒരു ബൈസൈക്കിളൊക്കെ അടിച്ച് പൊളിയായിരുന്നു. നമ്മളിപ്പോൾ 4-3 ലീഡ് എടുത്തിരിക്കുകയാണ്. ഒരു മിസ്സാണ്. ബട്ട് അറാഹോ വാട്ട് എ സേവ്. അപ്പം ഗോയ്സ് ഫസ്റ്റ് ഹാഫ് തീരുവാണ്. 2-0 ലീഡൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ കളി കളയാൻ പാടില്ല. നമുക്ക് ലെവൻഡോസ്കി ടച്ചോടെ നമ്മുടെ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്താൽ കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ ഗൈസ്, അപ്പം 60 മിനിറ്റായി. നമുക്ക് അൻസോ ഫാറ്റിനെ നമുക്ക് കൊണ്ടുവരാം. അവിടെ ഇപ്പോൾ അൻസോ ഫാറ്റിനെ കൊണ്ടുവരാം. വേറെ ഒന്നും കൊണ്ടുവന്നില്ല. അയ്യോ, ഇതായിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ 65 മിനിറ്റായി. ഇപ്പോൾ നമ്മൾ ലീഡ് തന്നെയാണ്. അവരുടെ അറ്റാക്ക് ഡേവിഡ്, ബട്ട് ആരാധന ഞാൻ കണ്ടില്ല സേവ് ചെയ്തത്. നൈസ് സേവ്. ഒരു കൗണ്ടർ അറ്റാക്ക്. ലെവൻഡോസ്കി കട്ടിംഗ് സൈഡ് ആൻഡ് പാസ് ടു റഫീനിയ പാസ് ആൻഡ് ഡാനി ഒൽമോ. സെക്കൻഡ് ഗോൾ ഓഫ് ദ നൈറ്റ് ആൻഡ് അഗെയിൻ ഡാനി ഒൽമോ സ്കോർഡ് ഇറ്റ്. റഫീനെ ഞാൻ അടിക്കാൻ ഓർത്തത്, പിന്നെ പാസ് ചെയ്തു. ഞാനത് ഓഫ് സൈഡ് അല്ലായിരുന്നു. അപ്പം നൈസ് ഗോൾ. നമുക്കൊരു ഫൗൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാസ് ടു പെഡ്രി ടു ബാൾഡയുടെ ഷോട്ട് കുഴപ്പമില്ല എന്നത്. അവിടെ ഒരു മിസ്. നമുക്ക് ഡാനി ഒൽമോനെ കൊണ്ടൊരു ഹാട്രിക് അടിക്കാൻ പറ്റുമോ നോക്കാം. ഡാനി ഒൽമോ ടു
റഫീന ടു ലെവൻഡോസ്കി രണ്ടാമത്തെ ഗോൾ ആൻഡ് ലെവൻഡോസ്കി സ്കോർ ഇറ്റ്. ലാസ്റ്റ് മിനിറ്റിൽ അവരുടെ ഒരു അറ്റാക്ക് ഗോമസ് ടു ആരാധന കണ്ടില്ല. എന്തായാലും നമ്മൾ ക്വാർട്ടറായിരുന്നോ ഞാൻ മറന്നില്ല, സെമ്മിയാന്ന് തോന്നുന്നു. നമ്മൾ കയറിയിട്ടുണ്ട് 6-0 അഗ്രിഗേറ്റിൽ 4-0. റിയൽ ലൈഫ് നടക്കുന്നതല്ല ഇവിടെ നടക്കുന്നത്. ലംബോർട്ട് എഫ് സി മിലാനാണ്. അവരെ തോൽപ്പിച്ചുകൊണ്ട് ലെവർകൂസൻ സെമ്മിയിലോട്ട് എത്തിക്കുകയാണ്. സെമ്മി ആയിരുന്നു, ഞാൻ എല്ലാം മറന്നുപോയി. സെമ്മിയിലോട്ട് എത്തിയിട്ടുണ്ട്. ആൻഡ് അപ്പുറ സൈഡിൽ ആഴ്സണലൊക്കെ തോൽപ്പിച്ചു റിയൽ മാദ്രിഡ്. നൈസ്. പിന്നെ ആരാ PSG 2-1 ആസ്റ്റമില്ല് തോൽപ്പിച്ചത്. റിയൽ വേഴ്സസ് PSG. ബാർസ വേഴ്സസ് ലെവർകൂസൻ. നമുക്ക് നേരെ മാച്ചിലൂടെ കടന്നേക്കാം. ലെവർകൂസനായിട്ടുള്ള കളി ജയിക്കില്ല കമൻറ്റ് ചെയ്യുക. നമ്മൾ മാർക്കുകളൊന്നും നടത്തുന്നില്ല. ആൻഡ് അവരുടെ വൈറ്റൊക്കെ ഉണ്ട്. പൊളി ടീമാണ്. നമുക്ക് ഫസ്റ്റ് ലെഗ് കളിക്കാം. ഫസ്റ്റ് ലെഗ് ഗോളൊക്കെ അടിച്ച് നന്നായി ഡിഫെൻഡ് ചെയ്ത് നമ്മൾ ഗോളൊന്നും കൺസിഡർ ചെയ്യാതെ ഗോളൊക്കെ അടിച്ച് നമുക്ക് കളിക്കാം. എന്നാൽ കീപ്പറിൻ്റെ മിസ്റ്റേക്ക് അവർ പിടിച്ചിട്ടുണ്ട്. ആൻഡ് ക്രോസ് ഓക്കെ, അതാരാന്ന് ഡിഫെൻഡ് ചെയ്ത് കണ്ടില്ല. നെക്സ്റ്റ് ഡിഫെൻഡിങ് ആൻഡ് കൗണ്ടർ അറ്റാക്ക് നടത്താൻ പറ്റില്ല. എന്നാൽ ഡാനിയൽ മേലോട്ടൊരു ത്രൂ ബോൾ ബട്ട് ഇച്ചിരി നീണ്ടുപോയി. എന്തായാലും ഇപ്പോഴും ഗോളൊന്നും കൺസീഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അവരുടെ ഗ്രിബാൾഡോ നല്ല സ്പീഡുണ്ട്. ബഡ്കൂണിൻ്റെ ഫൗളാണ്. നമുക്ക് എവിടെ നിൽക്കാം, ചാടാം. ഒരു വീക്ക് ഫ്രീ കിക്കായിരുന്നു. ലെവൻഡോസ്കിയുടെ നൈസ് ക്രോസ് ടു റഫീനയുടെ ഫിനിഷ് ഷോട്ട്. 1v vs 1 പോലും റഫീനയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് കോർണർ കിട്ടിയിട്ടുണ്ട്. കോർണർ ടു അറാഹോ. റഫീനെ മിസ്സാക്കിയാലും അറാഹോ മിസ്സാക്കിയില്ല. അറാഹോയുടെ ഗോള് കോർണർ കിട്ടുന്ന ഫസ്റ്റ് ഗോളാന്ന് തോന്നുന്നത്. യമീൻ യമാലിൻ്റെ കോർണർ. നൈസ് ഗോൾ. നമ്മുടെ ക്യാപ്റ്റനാണ്. 1-0 ലീഡാണ്. അവർ നല്ല അറ്റാക്ക് നടന്നുകൊണ്ട് നമ്മൾ ഷോട്ട് പോലും അടിച്ചില്ലായിരുന്നു. ഇപ്പോഴാണോ അവരുടെ മിസ്റ്റേക്ക്. ഒരു കൗണ്ടർ അറ്റാക്ക്. അറാഹോ പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് തീർന്നിരിക്കുകയാണ്. 1-0 നമ്മൾ ലീഡിലാണ്. ലെവൻഡോസ്കി ബാക്ക് ടു പെഡ്രിയുടെ ഷോട്ട്. ക്രോസ് മാറി തട്ടിയിൽ നമ്മൾ ഗോളാക്കിയിട്ടുണ്ട്. പെഡ്രിയുടെ ഫസ്റ്റ് ഗോളാണോ എന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ഗോൾ തോന്നുന്നു. ലെവൻഡോസ്കിയുടെ അസിസ്റ്റ്. ലെവൻഡോസ്കി ഒരു പൊളിയാകുന്നുണ്ട്. ലെവൻഡോസ്കി വാട ഗോൾ. പെഡ്രി ആൻഡ് 2-0 നമ്മൾ ഗോളൊന്നും കൺസീഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെന്നേ പറയാൻ പറ്റില്ല. അവർ നല്ല അറ്റാക്ക് ചെയ്യുന്നുണ്ട്. യാൻഡ്രിച്ചൊക്കെ പൊളി കളിയാണിന്ന്. സൗണ്ടിന് മുന്നേറ്റം. വാട്ട് എ ത്രൂ ബോൾ. ബട്ട് സെക്സ്നി കൈ വിടുന്നില്ല. ബട്ട് പെഡ്രി കൈ വിട്ടെങ്കിൽ പെഡ്രി എന്നെ സേവ് ചെയ്തിട്ടുണ്ട്. ഫ്രീ കിക്ക് എടുത്തു. വാട്ട് എ ക്രോസ് ആൻഡ് ടപ്സോപ്പ എനിക്കൊന്ന് തോന്നുന്നു. ക്ലിയർ ചെയ്തിട്ടുണ്ട്. 88 മിനിറ്റ്. ഇനിയൊന്നും ഗോൾ കൺസീഡ് ചെയ്യായിരിക്കും. ജസ്റ്റ് മിസ്. റഫീനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. പറ്റി. ആൻഡ് അവർ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നോ, ഒന്ന് റെഫറി വിസിൽ വിളിക്കുക. ആൻഡ് എങ്ങനെയൊക്കെ കളിച്ചത്. നമ്മൾ ഒരു അറ്റാക്ക് നടത്തിയില്ല. എങ്ങനെയൊക്കെ 2 ഗോൾ കിട്ടിയ പറയുള്ളൂ. അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. 2-0 ഫസ്റ്റ് ലെഗ് ലീഡിലാണ്. അപ്പം നമുക്ക് സെക്കൻഡ് ലെഗ് കളിക്കാം. സെക്കൻഡ് ലെഗ് നമ്മൾ ജയിക്കും നമുക്ക് നോക്കാം. ഹോപ്പിലോട്ട് വെച്ചാണ് നമ്മൾ ജയിക്കുമെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ നന്നായിട്ട് കളിക്കാം. ജയിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നേരെ ഫൈനലിലോട്ട് കയറുമെന്ന് വിചാരിച്ച് നമുക്ക് കളിച്ചേക്കാം. അവിടെ നിന്നൊരു ഷോട്ട്. പക്ഷേ അതിനെ ഷോട്ട് ഇസ് ബ്ലോക്ക് കോർണർ. ഓക്കെ, നന്നായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാ കളി ഇട്ടിട്ടുണ്ട്. ആർക്കും അവൾ ടീമിൽ നിന്നാണ്. ലെവൻഡോസ്കി ടു പെഡ്രിയുടെ ഷോട്ട്. ആൻഡ് പെഡ്രി ഗോൾ ആൻഡ് 3-0. ബോളും കൊണ്ട് പോകുന്നുണ്ട്.
നൈസ് ഷോട്ട്. ബട്ട് സിക്സിന് കൈവിടുന്നില്ല. അവർക്ക് നല്ലൊരു കിട്ടിയിട്ടുണ്ട്. ബട്ട് പെഡ്രി എടുത്തിട്ടുണ്ട്. പെഡ്രിയുടെ ത്രൂ ബോൾ ടു ലെവൻഡോസ്കി ടു പെഡ്രി. പെഡ്രിക്ക് എടുക്കാൻ പറ്റിയില്ല. കോർണർ കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് കോർണർ എടുത്തിട്ടുണ്ട്. ബട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഫസ്റ്റ് ഹാഫ് തീരുവാണ്. 1-0 ലീഡാണ്. അഗ്രിഗേറ്റിൽ 3-0 ലീഡിലാണ് നമ്മൾ. വീണ്ടൊരു കോർണർ. റഫീനയുടെ ഒരു കൗണ്ടർ അറ്റാക്ക്. റഫീന ഫാസ്റ്റ് ലെവൻഡോസ്കിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. അപ്പോൾ അവിടെ നിന്നൊരു നല്ലൊരു ഷോട്ട് എടുത്തായിരുന്നു. അത് സേവ് ആക്കിയപ്പോഴേ കോർണറാണ്. കോർണർ. ഓ വാട്ട് എ ഷോട്ട്. ബട്ട് ബ്ലോക്കാണ്. അഗൈൻ കോർണർ. Again, പക്ഷേ സേവ് വീണ്ടും ചെയ്യുന്നത്. ഇത് അവർ ഫസ്റ്റിലേക്കിനേക്കാളും കൂടുതൽ ഷോട്ടുകളും സേവ് മീൻസ് ഓൺ ടാർഗറ്റും അടിക്കുവാണ്. നല്ലൊരു ബോൾ. യമീനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. യമാൽ വീണ്ടും എടുക്കുന്നു. ബട്ട് ഒരു ഫൗളാണ്. നമുക്ക് കറക്കി അടിക്കാം. ബട്ട് സേവ് ഐ തിങ്ക് ബ്ലോക്ക് ചെയ്തേക്കുവാണ്. ആൻഡ് ലാസ്റ്റ് മിനിറ്റിൽ അവർക്കൊരു ഓപ്പൺ സ്റ്റാൻഡ് ഞാൻ 6 വിളിച്ചിട്ടുണ്ട്. ആൻഡ് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് നമ്മൾ 1-0 ജയിച്ചിട്ട് അഗ്രിഗേറ്റിൽ 3-0 നമ്മൾ ജയിച്ചിട്ട് നമ്മൾ ഫൈനലിലോട്ട് കയറാൻ പോവാണ് ഗൈസ്. എഗെയിൻസ്റ്റ് റിയൽ മാഡ്രിഡ്. അപ്പം ഫൈനൽ കാണാൻ വേണ്ടി നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ വെയിറ്റ് ചെയ്യണം. അപ്പം അടുത്ത എപ്പിസോഡ് വരെ കാണുന്നവരായിരിക്കും. അപ്പോൾ സ്റ്റുപ്പിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. അപ്പം അടുത്ത എപ്പിസോഡ് വേണ്ടി നിങ്ങൾ കട്ട വെയിറ്റിംഗ് ആയിട്ട് നിന്നോളൂ. ഞാൻ വേഗം വന്നേക്കാം.